തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ തങ്കവേലുവിന്റെ പേരിൽ ക്യാമ്പസിനകത്ത് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് കൂടി സഹായകമാകുന്ന വിധമാണ് കേന്ദ്രം നിർമ്മിക്കുകയെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യമായാണ് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നതെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും UAE ഡോക്ടർമാരുടെ സംഘടനയായ AKMGയുടെയും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഡോക്ടർ തങ്കവേലു അമ്യൂണിറ്റി മെഡിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ മെഡിക്കൽ ഹിസ്റ്ററി മ്യൂസിയം, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഇൻക്യുബേഷൻ സെന്റർ തുടങ്ങിയ സംവിധാനങ്ങളും കേന്ദ്രത്തിലുണ്ടാകും. പലപ്പോഴും വളരെ തെറ്റായ മെഡിക്കൽ ശാസ്ത്രീയ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യത്തക്കവണ്ണം മെഡിക്കൽ കോളേജിലെ തന്നെ പ്രൊഫസർമാരും അതേപോലെ വളരെ ഇൻ്റർനാഷണലി എമിനൻ്റ് ആയിട്ടുള്ള ഡോക്ടർമാരുടെയും ഒപ്പീനിയൻസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും പൊതുവെ ഇന്ത്യയിലും മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു വലിയ എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി, അതിനാണ് മെഡിക്കൽ ഇന്നൊവേഷൻ സെൻറ്റർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ നിർമ്മാണത്തിന് തുക കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ആദ്യമെത്തുന്ന 300 പേരിൽ നിന്ന് 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ സമാഹരിച്ച് കേന്ദ്രത്തിൽ അംഗത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. AKMGയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു നല്ല ശതമാനം അലുമിനി ഇവിടെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ എന്ന് പറഞ്ഞ പോലെ അവർക്ക് ലഭിച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് അവർ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് തീർച്ചയായിട്ടും ഉള്ളത്. അത് പലരും അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ MA മുഹമ്മദ്, ഡോക്ടർ സിറാജുദ്ദീൻ P. മൊയ്തീൻ, ഡോക്ടർ കൃഷ്ണപ്രസാദ്, ഡോക്ടർ ഫിറോസ് ഗഫൂർ, ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.